സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ ഡിബേറ്റ് സംവാദം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാനഡയിലെ മറ്റോ വെച്ചിട്ട് ടോമിൻ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭഗവത്ഗീതയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറഞ്ഞുവെന്നും അതിൻ്റെ പേരിൽ സ്വാമി ഉദിത് ചൈതന്യ എന്തൊക്കെയോ പ്രതികരണം നടത്തി. അതിനുശേഷം പലരും മറുനാടൻ ഷാജൻ പിന്നെ പ്രതികരിക്കുകയുണ്ടായി, ആരിഫ് ഹുസൈൻ പ്രതികരിക്കുകയുണ്ടായി, അതുകൂടാതെ നമ്മളുടെ TG മോഹൻദാസ് പ്രതികരിക്കുകയുണ്ടായി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നീട് ABC ന്യൂസിൻ്റെ ധനുഷ് ദേവൻ ഇദ്ദേഹത്തെ ഈ ടോമി സെബാസ്റ്റ്യനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൂടി ചെയ്യുകയുണ്ടായി. ഈ കാര്യങ്ങളെപ്പറ്റി ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ, ഒരു ഗീതോപാസകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ബിപിൻ കെ ചാലിൽ. നിങ്ങൾ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ടോമി സെബാസ്റ്റ്യൻ്റെ കാര്യങ്ങളും അതിനുള്ള വീഡിയോ കാര്യങ്ങളും ഇടക്കിടക്ക് ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിന് നിങ്ങൾ സാവകാശം തരേണ്ടതാണ്. കഴിയുന്നത്ര സമയം ചുരുക്കി പറയാൻ ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ. ഭഗവത്ഗീതയെ പരിഹസിച്ചുകൊണ്ട് ടോമൻ സെബാസ്റ്റ്യൻ നടത്തിയ പ്രസംഗത്തെ ഷാജൻ സ്കറിയ റിപ്പോർട്ട് ചെയ്തത് കേൾക്കാം. ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദു സ്പിരിച്വൽ ലീഡേഴ്സ് പറയുന്നത്, അദ്ദേഹം ഭഗവത്ഗീതയെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയതാണ് വിവാദമായത്. ടോമി സെബാസ്റ്റ്യൻ മഹാഭാരതത്തിലെ ചില സംഭവങ്ങൾ വിശദീകരിച്ച് വളരെ സരസമായി പറയുന്നു, ശ്രീകൃഷ്ണൻ അർജുനനെ പച്ചത്തെറി വിളിച്ചുവെന്ന്. അതിൽ ചില ഭാഗങ്ങൾ കേൾക്കുക. അപ്പം ഭീമൻ ചെന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പം ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വിറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു. ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലിച്ചനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാരി വന്നിച്ച് പറഞ്ഞു, ഈ വെല്ലിപ്പം കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിഞ്ഞെന്ന് ചോദിച്ചു. പിടിച്ചിട്ട് 2 അടിയും വെച്ചു കൊടുത്തു. 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട്, ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവന്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു. അപ്പൊ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിച്ചു. ഈ ചങ്ങാതി ഭഗവത്ഗീത വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹാഭാരത കഥയും വായിച്ചിട്ടില്ല. ഭഗവത്ഗീത മനസ്സിലാകണമെങ്കിൽ വായിക്കേണ്ടുന്നതിൻ്റെ പ്രീറിക്വസിറ്റാണ് മഹാഭാരത കഥ മനസ്സിലാക്കുക എന്നുള്ളത്. മഹാഭാരത കഥയിൽ എങ്ങനെയാണ്? കൗരവരും പാണ്ഡവരും തമ്മിൽ ചൂത് എന്ന ചീട്ടുകളി, ഇന്ന് ഇദ്ദേഹം പറയുന്ന സാധനം ചീട്ടല്ല, പകിടി ഉരുട്ടിയിട്ട് കളിക്കുന്ന കളിയാണ് പണ്ടത്തെ കാലത്ത്. ചൂത് കളി കളിച്ച് അതിൽ ശകുനീൻ്റെ നിർദ്ദേശപ്രകാരം ദുര്യോധനൻ കള്ളക്കളി കളിക്കുകയും അങ്ങനെ പാണ്ഡവർക്കെല്ലാം നഷ്ടപ്പെടുകയും അവർ 13 വർഷം കാനനവാസം, 1 വർഷം ഏകാന്തവാസം, അജ്ഞാതവാസം. ആ അജ്ഞാതവാസവും നടത്തിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജ്യം കൊടുക്കുക എന്നുള്ളതാണ് കരാർ. ഈ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യം കൊടുക്കുക എന്നുള്ള കരാറുണ്ട്. ആ കരാറ് പ്രകാരം ഈ അജ്ഞാതവാസകാലത്ത് വിരാടൻ്റെ രാജധാനിയിൽ ഇവർ പിന്നെ ജീവിക്കുന്ന കാലത്ത് വിരാടൻ്റെ മക്കളാണ് ഉത്തരനും ഉത്തരയും. ആ ഉത്തരയെ പിന്നെ
അർജുനന് പ്രപ്പോസ് ചെയ്തപ്പം അർജുനൻ പറഞ്ഞു എനിക്ക് വയസ്സ് കൂടുതൽ, ഉത്തരക്ക് വയസ്സ് കുറവല്ലേ, നമ്മൾ മമ്മാലിയല്ല, അറബിയല്ല, മമ്മാലിയല്ല, അതുകൊണ്ട് ചെറിയ കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കില്ല, എൻ്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ തരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അഭിമന്യു ഉത്തരയെ കല്യാണം കഴിക്കുന്നത്. ഉത്തര സ്വയംവരം കഥകളി കാണുവാൻ, ആ പാട്ടില്ലേ, അതിൽ പിന്നെ അർജുനനായി ഞാൻ അവൾ ഉത്തരയായി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഉത്തരയാണ് ആദ്യം അർജുനന് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ അർജുനനാണ് പറയുന്നത് എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായാധിക്യമുണ്ട്, ഇത് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് എൻ്റെ മകനായ അഭിമന്യുവിന് കല്യാണം കഴിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതൊരു ഉദാരതയാണ്, അതൊരു സാംസ്കാരികമായിട്ടുള്ള ഉന്നതമായ അവസ്ഥയാണ്. അത് അറേബ്യയിലെ പണ്ടത്തെ 54-55 വയസ്സുള്ള ആൾ 6 വയസ്സുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് അത് മഹോന്നതനാന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പരിപാടിയാണ്. ഇനി ഇതിലെവിടെയാണ് പച്ചക്കറി മൊളോഷ്യം എന്നൊക്കെ പറഞ്ഞാലേ, പച്ചക്കറി മൊളോഷ്യം എവിടെയാണ് ഉള്ളത് നോക്കാം, നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്ന ശ്ലോകം വരുന്നത് ഗീതയുടെ ദ്വിതീയ അധ്യായത്തിലാണ്. ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം എന്നാണ് പറയുക. സാഖ്യം എന്നത് ഷഡ്ദർശനങ്ങളുണ്ട്, 6 6 ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്തം, അങ്ങനെ 6 ഉള്ള. അതിൽ രണ്ടാമതായിട്ട് പരിഗണിച്ചു പോരുന്നതാണ് സാഖ്യം. അതിൻ്റെ ആചാര്യൻ കപില മഹർഷിയായിരുന്നു. കപില മഹർഷി പറഞ്ഞ തത്വങ്ങളെ ഒരു ചാപ്റ്ററിൽ ചുരുക്കി പറയുന്നതാണ് സാഖ്യയോഗം. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാഖ്യയോഗം എന്ന ചാപ്റ്ററിനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഫിലോസഫിക്കൽ വശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല തൽക്കാലം. എന്നാൽ ഇതിലെവിടെയാണ് ഈ പറയുന്ന ദ്വിതീയ അധ്യായം തുടങ്ങുന്നത്? സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. മധുസൂദനൻ പറഞ്ഞു. ആരോട്? ഇങ്ങനെ അശ്രുപൂർണാകുലേക്ഷണനായിട്ടുള്ള കണ്ണീരൊഴുക്കിയിട്ട് എൻ്റെ ബന്ധുക്കളെയൊന്നും കൊല്ലാൻ എനിക്ക് സാധിക്കില്ലടേ എന്നും പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്ന അർജുനനോട് മധുസൂദന ഭഗവാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അടുത്തതാണ്. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. ഈരടികളിൽ അവസാനം ഭഗവാൻ അർജുന എന്നാണ് വിളിക്കുന്നത്, തെറി വിളിച്ചിട്ടില്ല. ഒരാളുടെ പേരാണ് വിളിക്കുന്നത്. ടോമി സെബാസ്റ്റ്യനെ ടോമി എന്ന് വിളിച്ചാൽ തെറിയാണോ? അങ്ങനെ തെറിയാണെങ്കിൽ ഇതും തെറിയാണ്. എൻ്റെ പേര് വിപിൻ എന്നാണ്, എന്നെ ആരെങ്കിലും വിപിൻ എന്ന് വിളിച്ചാൽ എന്താ കാര്യം ചേട്ടാ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കും. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന പേരാണ് വിപിൻ, ആ പേരിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും വിപിൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഹലോ, വാട്ട് യു വാണ്ട്, ഹൗ ആർ യു എന്ന് ഞാൻ തിരിച്ചു വയ്ക്കും. അത് പേരിനോട് സ്വയം ബഹുമാനമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൽ അർജുന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കുതസ്ത്വ കശ്മലമിതം. ഈ എങ്ങനെയാണ് എനിക്ക് ഇമാതിരി കശ്മലത്വം ഉണ്ടായത്? കശ്മലത്വം എന്നുള്ളതിന് എവിടെയാണ് ഭ്രാന്ത് എന്നുള്ള അർത്ഥം വരിക? കശ്മലത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് സംസ്കൃത ഡിക്ഷണറി നോക്കി പഠിക്കാദ്യം. അവിടെ അതിൽ ഭ്രാന്ത് എന്നുള്ള അർത്ഥമേ ഇല്ല. വെറുതെ അർത്ഥം ഉണ്ടാക്കിക്കരുത്. ഓക്കെ. അനാര്യജുഷ്ടം എന്ന് പറയുന്നതിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. അതിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുദേവന് ഗീത പ്രമാണമായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരു
ഗീതയെപ്പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. സത്യമാണ്, ഗീതയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഗുരുദേവൻ. ഗുരുദേവനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുദേവനൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നടരാജഗുരു എന്നായിരുന്നു. പി നടരാജൻ. നടരാജൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവിൻ്റെ മകനായിരുന്നു. അന്നത്തെ കാലത്ത് ഡീലിറ്റ് ക്വാളിഫിക്കേഷനുള്ള ആളായിരുന്നു. ഡീലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD-നേക്കാളും ഒരു പടിയും കൂടി ഉയർന്ന ക്വാളിഫിക്കേഷനാണ് അന്നത്തെ കാലത്ത്. സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തിൽ ഈഴവ സമുദായത്തിൽ ജനിക്കുകയും ആ സമുദായത്തിൽ ജനിച്ചുകൊണ്ട് ഡീലിറ്റ് വിദ്യാഭ്യാസം നേടുകയും ചെയ്ത ആളാണ് നടരാജഗുരു. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീതക്ക് തഫ്സീർ, ഭഗവത്ഗീതക്ക് വ്യാഖ്യാനം. അതിൽ അനാര്യജുഷ്ടം എന്ന് പറഞ്ഞ വാക്കിനെ ഇത് റേഷ്യലാണെന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകണം, അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകണം. ആ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകുന്ന പരിപാടിക്കാണ് അന്വേഷണം എന്ന് പറയുക. അതാണ് ഹൈന്ദവതയിൽ മൊത്തം അത് തന്നെയാണ്. എല്ലാവിടെയും ഒരു പൂർവപക്ഷവും ഒരു ഉത്തരപക്ഷവും ഉണ്ട്. നിങ്ങൾ ഏത് ഉപനിഷത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു പൂർവപക്ഷം, ഒരു ചോദ്യം ചോദിക്കുന്ന പക്ഷം, അതാണ് പൂർവപക്ഷം. ഉത്തരപക്ഷമായിട്ട് ഗുരു ഉണ്ടാവും. ആ ഗുരുവാണ് തിരിച്ച് ഉത്തരം പറയുന്നത്. കഥോപനിഷത്തുണ്ട്. കഥോപനിഷത്തിലെ ഉത്തരപക്ഷം യമദേവനാണ്. നചികേതസ് എന്ന് പറയുന്ന ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരപക്ഷത്തിൽ നിന്നുകൊണ്ട് ഗുരുവായ യമദേവൻ പറയുന്ന ഉത്തരങ്ങളാണ് കഥോപനിഷത്തിലുള്ളത്. ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ ഫിലോസഫിക്കൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഇതേ ശ്ലോകത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഈ ദ്വിതീയ അധ്യായത്തിലെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇവിടെ 2 പ്രാവശ്യം ഭഗവാൻ അർജുനനെ വിളിക്കുന്നുണ്ട്. ഒന്ന് വിളിക്കുന്നത് പാർത്ഥ എന്നാണ്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ. പൃഥയുടെ കുന്തിയുടെ മകനായതുകൊണ്ട് കുന്തിക്ക് പൃഥ എന്ന് പേരുണ്ട്. പൃഥയുടെ മകനായതുകൊണ്ടാണ് പാർത്ഥ എന്ന് പേര്. ഓക്കെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. പരന്തപൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. അത് ബൂസ്റ്റ് ചെയ്യാണ്. നിനക്ക് ശത്രുക്കളെ തപിച്ച് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ബോധ്യം കൊടുക്കുകയാണ്. അതാണ് പരന്തപ എന്നുള്ള വാക്ക്. എവിടെയാണ് തെറിയുള്ളത്? പച്ചത്തെറി എന്ന് പറഞ്ഞാൽ TG മോഹൻദാസ് സാറ് പറഞ്ഞ പോലെ ശരീരത്തിലെ നാറ്റമുള്ള അവയവങ്ങളുടെ പേര് പെർമിറ്റേഷൻ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെർമിറ്റേഷൻ കോമ്പിനേഷൻ പ്രകാരം പറയുന്നതും അല്ലെ അച്ഛനും അമ്മയ്ക്കും തന്തയ്ക്കും തള്ളയ്ക്കും നീ ഉണ്ടാക്കിയത്, നിന്നെ ആരുടെ ഉണ്ടാക്കിയത്, അതൊക്കെ ചോദിക്കുന്ന പരിപാടിക്കാണ് പച്ചത്തറി എന്നറിയാം. ഇവിടെ പച്ചത്തറിയിലേ ഇല്ല. പരന്തപ, പാർത്ഥ, അർജുന എന്നൊക്കെയാണ് വിളിക്കുന്നത്. ക്ലൈബ്യം എന്ന് പറയുന്നത് ക്ലീബത, ഷണ്ഡത്വം, ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ള തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതൊന്നും തെറിയല്ല. അർജുനനും കൃഷ്ണനും സുഹൃത്തുക്കളായിരുന്നു, അളിയന്മാരാണ്. ദ്രൗപദി വഴിയും അളിയന്മാരാണ്, സുഭദ്ര വഴിയും അളിയന്മാരാണ്. അങ്ങനെ ഉള്ള അളിയത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു അളിയൻ അളിയനോട് പറയുന്ന കാര്യത്തിൽ നീ എന്തിനാ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് ഷണ്ഡത്വം ബാധിച്ചോന്ന് എനിക്കെന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറിയുള്ളത്? ഇപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ എനിക്ക് കുറച്ച് സമയം തന്നിട്ട് ഞാനത് അടുത്ത റെക്കോർഡ് ചെയ്തോളാം. അതുവരേക്കും കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ കീഞ്ഞ് പഞ്ഞ്